എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നമ്മുടെ വീഡിയോയ്ക്ക് ഇതുപോലുള്ള സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല 2-3 റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് ചെറുപയർ ഉണ്ടാവും. അത് നല്ലോണം ഒന്ന് കഴുകി അതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നല്ലൊരു നാടൻ ലഞ്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കുക്കിങ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറുപയറൊക്കെ ഒന്ന് കഴുകി വേവിക്കാനിടാൻ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറുപയർ എടുത്തിട്ടില്ല, ഒരു 1/4 കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുതിർക്കാണ്ട് നമുക്ക് വെക്കാം കേട്ടോ. കുതിർക്കുമ്പോൾ എന്താ പറയുക, ഒന്നുകൂടെ നല്ല മയം ഉണ്ടാവും നമ്മുടെ ചെറുപയറിന്. അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അധികം അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത കാരണം ഉടഞ്ഞു പോകും. അതുകൊണ്ട് 2 വിസിൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ നമ്മളിത് ചാറ് കൂട്ടാൻ വെക്കാനാണ്, അതുകൊണ്ടാണ് 2 വിസിൽ. ഉപ്പേരിക്കൊക്കെ ആണെങ്കിൽ 1 വിസിൽ തന്നെ ധാരാളമാണ് കേട്ടോ. അതവിടെ വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഉപ്പേരിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കോവയ്ക്ക തന്നെയാണ്. ഞാനിതെല്ലാം തലേ ദിവസം പറിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ നമുക്കിതൊക്കെ പറിച്ച് റെഡിയാക്കാനുള്ള ടൈം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് തലേ ദിവസം പറിച്ച് ഇതുപോലെ പാക്കറ്റിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വേഗം തന്നെ ഇതുപോലെ ചോറും കറികളൊക്കെ വെച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. രാവിലെ ആകുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ അവിടെ പോയി പറിച്ച് വരുമ്പോൾ സമയം ഒരുപാട് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സമയം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കോവയ്ക്ക തന്നെയാണ്. നല്ല ഇളമ്പ് കോവയ്ക്കാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ 2 വിസിലടിച്ച് ഞാനത് ഓഫ് ചെയ്തു. കോവയ്ക്കയിൽ ഒരു 2 മാത്രം ഒന്ന് പഴുത്തിട്ടുണ്ട്, ബാക്കി എല്ലാം നല്ല ഇളമ്പ് തന്നെയായിരുന്നു. കഴുകി അതിനെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 3-4 ചെറിയുള്ളി കൂടെ ഒന്ന് തൊലിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞ് ഒരുപാട് പോയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും വെന്ത് പാകം പോലെ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഒരു കുഞ്ഞ് സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ഒരു 5-6 ചെറിയുള്ളി ചതച്ചത് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് തിളച്ച് വരണം കേട്ടോ. ആ തിളച്ച് വരുന്ന നേരത്ത് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് തിളയ്ക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് നമുക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ മുളക് പൊടിയുടെ അളവ് കുറച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഏതാ കൂട്ടേണ്ടത് പറഞ്ഞാൽ കൂട്ടിയെടുക്കുക, കുറയ്ക്കേണ്ടത് പറഞ്ഞാൽ കുറച്ചെടുക്കുകയും ചെയ്യുക. നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ട് നമ്മൾ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുരിങ്ങയാണ്. അപ്പം മുരിങ്ങ ഞാൻ തലേ ദിവസം തന്നെ ഒടിച്ച് നല്ലപോലെ തന്നെ ഊരി നമ്മുടെ കവറിലാക്കി എടുത്ത് വെച്ചാണ് കേട്ടോ. ഈ മുരിങ്ങപ്പണി നമുക്ക് രാവിലെ എണീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് രാവിലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് കൊട്ടി നല്ലപോലത്തെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറും തേങ്ങയും എല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചെറുപയറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങി ചെറുപയറും കൂടെ വെക്കുന്ന കൂട്ടാനാണ്. അതും നല്ല നാടൻ സ്റ്റൈലിലും നാടൻ രുചിയിലാണ് കേട്ടോ നമ്മുടെ
മുരിങ്ങക്കൂട്ടാൻ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ചെറുപയറിട്ട് വെക്കുമ്പോൾ എന്നറിയോ, നമ്മളതിൽ പയറിൻ്റെ ആ ഒരു സ്വാദും നമ്മുടെ മുരിങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കൂട്ടാൻ. അപ്പോൾ നമ്മൾ മുരിങ്ങ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുപയറിൽ നേരത്തെ അത് കാണിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്തത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി നമ്മളിതൊന്നും ഇളക്കാനൊന്നും നിൽക്കണ്ട, അതൊന്ന് അടച്ച് വെച്ചിട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാനൊരു വലിയ ഉള്ളി എടുത്തത് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു പണി കഴിയുമ്പോഴേക്കും വേറൊരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ രാവിലെ നേരം വളരെ വേഗത്തിൽ നമ്മുടെ കുക്കിംഗ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് തിളപ്പൊക്കെ അങ്ങനെ മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇട്ടതും നമ്മൾ ഇളക്കി കൊടുക്കണേ കറക്റ്റായിട്ട് വരില്ല, അതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചത്. അതൊന്ന് അടങ്ങി വരട്ടെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ തന്നെ നമ്മുടെ മുരിങ്ങ വെന്ത് വരാനുണ്ട്. ഇനിയിപ്പോൾ ചെറുപയറൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങ ചേർത്തിരിക്കുന്നത്. ഇനി മുരിങ്ങ കൂടെ വെന്ത് വരണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വിടുന്നുണ്ട്. നമ്മുടെ മുരിങ്ങ നല്ലപോലെ വെന്ത് വരണം പറഞ്ഞിട്ട്. നമ്മൾ ആദ്യം നേരാക്കിയിട്ടുള്ള നമ്മുടെ വലിയുള്ളി കേടായ കാരണം കൊണ്ട് തന്നെ നമ്മൾ വേറൊരു വലിയുള്ളി കൂടെ കൊടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അത് നീളത്തിലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മുരിങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. 2-3 തിളയ്ക്കുമ്പോൾ തന്നെ വെന്ത് വരും. നമ്മുടെ മുരിങ്ങ കുറച്ച് വേവുണ്ട്, എന്നാലും അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയിലേക്ക് കുറച്ച് ചാറ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വീണ്ടും തിളയ്ക്കും കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുരിങ്ങ നല്ലപോലെയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മുരിങ്ങ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് നമുക്കിതിലൊന്നും ചേർക്കാനില്ല. ഇപ്പം നമ്മുടെ മുരിങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നല്ലപോലെ തന്നെ ചൂടായി വന്നതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഉള്ളി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ വലിയ ഉള്ളി ഇവിടെ കിടന്ന് ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ചെറിയ തീയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വലിയ ഉള്ളി ഒരുവിധം വാടി വന്നതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കുന്നത് എപ്പോഴും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ കോവയ്ക്ക കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോവയ്ക്ക് ചേർക്കുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് കൂടിപ്പോയി തോന്നിയ കാരണം കുറച്ച് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോവയ്ക്കൊക്കെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലപോലെ തന്നെ വെന്ത് വരണം. കോവയ്ക്കൊക്കെ അത്യാവശ്യം വേവൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. തുറന്ന് വെച്ചിട്ടാകുമ്പോൾ ഒരുപാട് നേരം ആവശ്യം വരും, അതുകൊണ്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയിൽ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് എല്ലാ ഭാഗവും നല്ലപോലെ വെന്ത് നല്ല കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അത് ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ എല്ലാ കറികൾക്കും സ്വാദ് കൂടാറുള്ളത് കേട്ടോ. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു കുഞ്ഞു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടി വരണം. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് നമ്മുടെ മുരിങ്ങ താളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അതിലേക്കുള്ള താളിപ്പാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ജീരകം മതിയാകും കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. അത് പൊട്ടി വന്നതിലേക്ക് ഞാനൊരു 5-6 വെളുത്തുള്ളി നല്ലപോലെ തന്നെ നശിക്കി എടുത്തതാണ് ചേർത്ത് കൊടുത്ത് ഇനി ഞാൻ അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് ഇനി ഇത് ഇവിടെ കിടന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം.
നല്ലപോലെ തന്നെ നമ്മുടെ കടുക് വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാറിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുരിങ്ങ, ചീര ഇതൊക്കെ ചാറ് വയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി താളിച്ചൊഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നമ്മളിത് അടച്ച് വെച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചാറ് എത്ര വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നീട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപയറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊരു തിക്കായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വെക്കാണ്ട് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അടച്ച് വെക്കാണ്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിട്ട് വരും കേട്ടോ നമ്മുടെ കോവയ്ക്ക. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ഓവറാക്കി ഡ്രൈ ആക്കാം, ഇല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയെന്നോ ഉപ്പേരിയെന്നോ ഒക്കെ പറയാം കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിങ് ചെയ്യാം അല്ലേ. നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടായിട്ടുള്ള നമ്മുടെ മട്ടേരി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക വതക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക ഉപ്പേരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വെക്കുന്നത് കാണിച്ചിട്ടില്ല. പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ അവിയലാണ് കേട്ടോ. ഇത് തലേദിവസം വെച്ചിട്ടുള്ള അവിയലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തു. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ ചീരയല്ല, മുരിങ്ങയും ചെറുപയറും കൂടെ വെച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി നാടൻ ലഞ്ച് കോംബോ. അപ്പോൾ നമ്മുടെ ലഞ്ച് കോംബോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ